സമ്മതിച്ചു കൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം. ഇന്നലെ നമ്മൾ കണ്ട ഞെട്ടിക്കുന്ന പ്രൊമോ ഇപ്പോ ലൈവായിട്ട് നടന്നിരിക്കുകയാണ്. സമയം അത് ഇമ്പോർട്ടന്റ് ആണ്. സമയം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റും എന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ് നമ്മൾ കണ്ടത്. അതിന്റെ റിയാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്ത ഒരു ടാസ്ക് ആണ്. മണി ടാസ്കിലെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള ഒരു ടാസ്ക് തന്നെയാണ്. 4 ലക്ഷം രൂപയാണ് ഈ ടാസ്കിൽ ഉണ്ടായിരുന്നത്. 20,000 രൂപയുടെ 20 കെട്ടുകൾ ഒരു കാറിന്റെ ഉള്ളിൽ വെളിയിൽ, ബിഗ് ബോസ് വീടിന്റെ വെളിയിൽ വെച്ചിട്ടുണ്ട്. അത് പോയി 1 മിനിറ്റിനുള്ളിൽ പോയി എടുത്തുകൊണ്ട് ഈ ഗേറ്റ് കടന്ന്, ബിഗ് ബോസ് വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ വരണം. വന്നില്ല എങ്കിൽ എന്നേക്കുമായി ഈ വീടിനോട് വിട പറഞ്ഞ് വീട്ടിൽ പോകണം. അതായിരുന്നു ഈ ഒരു ടാസ്ക്. അതനുസരിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന 3 പേരാണ് അനുമോളും ആദിലയും അതോടൊപ്പം തന്നെ അക്ബറും. ഇവർ 3 പേരും ആ ഒരു തീരുമാനം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരൊരു പ്ലാനും ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ടൈം എണ്ണാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാം, കളിച്ചതിന് ശേഷം വരുന്ന പൈസ ഡിവൈഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇവരെടുത്തത്. അതനുസരിച്ച് ബിഗ് ബോസ് റെഡിയാകാൻ പറയുന്നു, എല്ലാവരോടും യാത്ര പറയാനായിട്ട് പറയുന്നു, പോയി എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അഥവാ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ള ഒരു സംശയമാണ്. അതിൻ്റെ ഇടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്, കാറിനി അടുത്താണോ അതോ അകലെയാണോ എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുമുണ്ട്. ഓക്കെ, ബസർ അടിച്ചു, ഗേറ്റ് തുറന്നു, ഒറ്റ ഓട്ടമായിരുന്നു. ഓടിപ്പോയി നല്ല രീതിയിൽ തന്നെ അനുമോള് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറക്കി 7 കെട്ടാണ് അനുമോൾ എടുത്തത്. 20,000 രൂപയുടെ 7 കെട്ട് അനുമോൾ എടുത്തു. ഒരു കെട്ട് മാത്രമേ ആദിലേക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതിൽ അതിന്റെ പുറത്തൊക്കെ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രമേ പുള്ളിക്കാരി എടുത്തുള്ളൂ. എന്നാൽ അക്ബർ ആകട്ടെ 3 കെട്ടും എടുത്തു. എന്നിട്ട് ഇവര് ഈ സമയമാകുന്നതിന് മുമ്പ് ഇവർ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. സെക്കൻഡുകൾ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 40 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേന് ഇവർ അവിടുന്ന് തിരിച്ച് വരുന്നുണ്ട്. തിരിച്ചോടി ആദ്യം അക്ബർ ഇറങ്ങുന്നു, അത് കഴിഞ്ഞ് അനുമോള് ജമ്പ് ചെയ്ത് ചാടുന്നു, പിന്നെ ഈ ആദിലയും എടുത്ത് ചാടുന്നു. ഇവർ വന്നതിന് ശേഷം പിന്നെയും ഒരു 9-10 സെക്കൻഡുകൾ ബാക്കിയുണ്ടായിരുന്നു. എന്തുവായാലും അതിമനോഹരമായിട്ട് ഇവർ ആ ടാസ്ക് കളിച്ചു. അനുമോള് എടുത്തു പറയേണ്ടതില്ലല്ലോ, അതിമനോഹരമായിട്ട് തന്നെ ടാസ്ക് കളിച്ചു. എന്നാ സ്പീഡായിരുന്നെന്ന് അറിയാമോ? പോകുന്നു, കാറിനുള്ളിൽ കയറുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുമ്പിൽ വന്നിട്ട് ആ ഡിക്കി വരെ ഓപ്പൺ ചെയ്ത്, ആ ഫ്രണ്ടിലത്തെ ഇതുണ്ടല്ലോ അതുവരെ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റിന്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നോക്കി. ഇനിയും ഈ പൈസ ബാക്കിയുള്ള ഈ 4 ലക്ഷത്തിന് ബാക്കിയുണ്ടല്ലോ, അതായത് ഇനിയും ബാക്കി അതിൻ്റെ ഉണ്ടായിരുന്നു. ടോട്ടൽ 4 ലക്ഷം രൂപയായിരുന്നു. ഇവർ 2,20,000 രൂപ എടുത്തിട്ടുള്ളൂ. ബാക്കി 1,80,000 രൂപ കാറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബാക്കി കെട്ടുകൾ അതിനകത്തുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ എത്ര 7ഉം 3ഉം 10, 11 കെട്ടുകൾ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ 9 കെട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും അവർ കണ്ടില്ലേ? അപ്പൊ അവർ ബാക്കിയുള്ളവരൊന്നും ഇത് ശ്രദ്ധിച്ചില്ല. അനുമോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഇതുപോലും കിട്ടിയില്ല. അവിടെയൊക്കെ കാറിന്റെ സൈഡില് ഈ പറയുന്ന ഓരോ സാധനം വെക്കാനുള്ളത് അതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാറിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ബുക്ക് പേപ്പറും ഒക്കെ വെക്കുന്നത്, അതൊക്കെ തുറന്നു നോക്കി അതിനകത്തൊക്കെ കിട്ടിയേനെ. പക്ഷെ അവരത് നോക്കിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, 1 മിനിറ്റിനുള്ളിൽ ഇവർ തിരിച്ചു വന്നില്ല എങ്കിൽ ഇവരുടെ ഭാവി തന്നെ അവിടെ വെച്ച് നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെടുത്താലും എടുത്തില്ലെങ്കിലും തിരിച്ചു വരണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് പോയത്. കിട്ടിയത് എന്തായാലും അവർക്ക് ഉപകാരമായി. എന്നിട്ട് ഈ പറയുന്ന ഇത്രയും രൂപ കിട്ടിയല്ലോ, അതായത് 2,20,000 രൂപ, ആ രൂപ ഇവരെ ഡിവൈഡ് ചെയ്യും, പുറത്തിറങ്ങിയിട്ട് ഡിവൈഡ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ടാസ്ക് ചെയ്യാൻ നേരത്ത് അനുമോളെ അവർ കൂട്ടുപിടിച്ചു. അനുമോള് വേണമെന്നുള്ള ഒരു എന്താ പറയുക, അനുമോളോട് ഒത്തു കളിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കും അനുമോളെ കൂട്ടുന്ന ഒരു രംഗം കാണുന്നില്ല. അനുമോൾ എന്തായാലും കൃത്യമായിട്ട് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ, സമ്മതിച്ചു കൊടുക്കണമല്ലോ. അനുമോൾ എന്തായാലും സൂപ്പറായിട്ട് ആ ഗെയിം കളിച്ചിട്ടുണ്ട്. അക്ബറും കളിച്ചു കേട്ടോ, എല്ലാവരും കളിച്ചില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരവരുടെ പാർട്ടുകൾ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പിടി മുമ്പിൽ അനുമോള് എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്തായാലും ആ ഒരു ടാസ്ക് നെഞ്ചടിപ്പോടു കൂടിയാണ് ഈ ഒരു ടാസ്കിനെ കണ്ടത്. ഇനി ഈ പറയുന്ന പലരും പറഞ്ഞ പോലെ തന്നെ അനുമോൾ ഇനിയും പുറത്തു പോയില്ലേ, അനുമോൾ എത്ര എടുത്തു എന്നുള്ള ഒരു ചിന്തയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് പലരും നെഞ്ചെടുപ്പോടു കൂടിയാണ് കണ്ടത്. നമ്മളും ആ ഒരു നെഞ്ചെടുപ്പോട് കൂടിയാണ് കണ്ടത്. കാരണം ആരെങ്കിലും പുറത്തു പോകുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ആരും പോയില്ല. 3 പേരും സേഫായിട്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷം ഇതിലൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ അവർ എടുത്തു, അതും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി അവർക്ക് എടുക്കാമായിരുന്നു, കുറച്ചുകൂടെയൊക്കെ അവർക്ക് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒരു നല്ല ഒരു എമൗണ്ട് കിട്ടിയേനെ. എന്തായാലും കിട്ടിയത് കൊണ്ട് അവരിപ്പോൾ സന്തോഷിക്കുന്നു എന്നുള്ളതും അതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ നടന്ന ഒരു സംഭവം. അപ്പൊ ഈ പറയുന്ന അനുമോള് പുറത്തു പോയി എന്ന് പറയുന്ന ഒരു വാർത്ത അവിടെ വെച്ച് ക്ലോസ്. അനുമോള് പുറത്തു പോയിട്ടില്ല. അനുമോള് പുറത്തു പോയെന്ന് സന്തോഷിക്കുന്ന പലരെങ്കിലും ഉണ്ടാവും. അവർക്കൊക്കെ നിരാശ തരുന്ന പോലെ അനുമോള് കാശും എടുത്തുകൊണ്ടാണ് ഉള്ളിൽ കയറി വന്നത്. 1,40,000 എടുത്തിട്ടാണ് അനുമോള് വീടിന്റെ ഉള്ളിലേക്ക് കയറിയത് എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.